ഇന്നത്തെ വീഡിയോയിൽ സ്റ്റീവ് ഹാർവിയുടെ ഒരു ഇൻസ്പയറിംഗ് ആയ ടോക്കാണ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ ഒരു ടോക്ക് നിങ്ങൾക്കെല്ലാവർക്കും പ്രചോദനമാകുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ തലച്ചോറിന്മേൽ നിങ്ങൾക്കാണ് നിയന്ത്രണമുള്ളത്. അത് നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. അത് നിങ്ങളുടേതാണ്. നിങ്ങൾ അതിൻ്റെ ക്യാപ്റ്റനാണ്, മാസ്റ്ററാണ്, അതിൻ്റെ മേൽനോട്ടക്കാരനാണ്, ജനറലാണ്, തലവനാണ്. അതിൻ്റെ നിയന്ത്രണം മറ്റാർക്കും കൊടുക്കരുത്. ജീവിതത്തിൽ വിജയിക്കുന്നത് ഒരു മാജിക് ട്രിക്കല്ല. നിങ്ങൾക്കൊരു കാര്യം നേടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അത് സാധ്യമാണെന്നോർക്കുക. ആദ്യം അതിനെക്കുറിച്ച് ചിന്തിക്കണം, തിങ്ക് ചെയ്യണം. നിങ്ങൾ ചിന്തിക്കുന്ന ഏതൊരു കാര്യവും നിങ്ങൾക്ക് സാധ്യമാണ്. നിങ്ങളുടെ വിശ്വാസക്കുറവാണ്, ലാക്ക് ഓഫ് ബിലീഫാണ് അതിന് തടസ്സമാകുന്നത്. ചേഞ്ച്, മാറ്റം ആവശ്യമാണ്. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെ ചെയ്യാൻ തുടർന്നാൽ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടുന്നത് തന്നെ കിട്ടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് നിങ്ങളിപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ നിങ്ങൾ സന്തുഷ്ടരല്ലെങ്കിൽ മാറ്റത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട്. എനിക്ക് മാറ്റം കൊണ്ടുവരണമെന്ന് ബോധപൂർവം നിങ്ങൾ തീരുമാനമെടുക്കണം. ഇത് മറ്റാരെയും ആശ്രയിച്ചല്ല ഉള്ളത്. മറ്റുള്ളവർ ഇതിനെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു, നിങ്ങളുടെ ബന്ധുക്കൾ എന്ത് ചിന്തിക്കുന്നു, നിങ്ങളുടെ കൂട്ടുകാർ, സഹപ്രവർത്തകർ എന്ത് ചിന്തിക്കുന്നു എന്നത് ഇതിൽ വിഷയമല്ല. ഇറ്റ് ഡോണ്ട് മാറ്റർ. ഈ തീരുമാനം നിങ്ങളുടേതാണ്, നിങ്ങളുടേത് മാത്രം. നിങ്ങൾ തീരുമാനമെടുക്കണം. നിങ്ങൾ സമ്പന്നനാകുമോ, ദരിദ്രനാവുമോ, അല്ലെങ്കിൽ ഇടത്തരക്കാരനാവുമോ, സന്തോഷവാനാകുമോ, ദുഃഖിതനാവുമോ, സമൃദ്ധിയുള്ളവനാകുമോ എന്നെല്ലാം. സക്സസിന്റെ ലോകത്ത് എലിവേറ്ററുകൾ ഇല്ല. പടികൾ തന്നെ ഉപയോഗിക്കണം അവിടെ എത്തണമെങ്കിൽ. ഇന്നത്തെ യുവാക്കൾ ടെക്നോളജിയെ തങ്ങളുടെ വളർച്ചയ്ക്കായി ഉപയോഗപ്പെടുത്തണം, വെറുതെ സമയം കളയാനല്ല. വിരൽ തുമ്പിൽ എല്ലാ അറിവുകളും ലഭ്യമാണ്. പക്ഷേ സക്സസിനെ ഗൂഗിൾ ചെയ്യാൻ സാധിക്കുകയില്ല. ജീവിതാനുഭവത്തെ നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്യാൻ സാധിക്കുകയില്ല എന്ന് നിങ്ങൾ ഓർത്തിരിക്കണം. സൗകര്യങ്ങളുള്ള കംഫർട്ടബിളായ ജീവിതം കിട്ടണമെങ്കിൽ ഇൻകൺവീനിയൻസ് ഉള്ള അൺകംഫർട്ടബിളായ ഒരു ജീവിതം നിങ്ങൾക്കുണ്ടായേ തീരൂ. യു ഹാവ് ടു ബി കംഫർട്ടബിൾ ബീങ് അൺകംഫർട്ടബിൾ. എല്ലാ കാര്യങ്ങളും ഷോർട്ട് കട്ടിൽ ചെയ്യാൻ, ഈസിയായ വഴിയിലൂടെ ചെയ്യാൻ ശ്രമിക്കാതിരിക്കുക. ചിലപ്പോൾ ജീവിതത്തിൽ മെസ്റ്റപ്പ് ആകുവാൻ, കുഴഞ്ഞു മറഞ്ഞതാകുവാൻ, വികാരങ്ങൾ വ്രണപ്പെടാൻ, നിരാശപ്പെടുവാൻ സ്വയം അനുവദിക്കണം. നോ കേൾക്കുവാൻ, റിജക്ഷൻ ഉണ്ടാകുവാൻ അനുവദിക്കണം. പരിശ്രമം തുടർന്നുകൊണ്ടിരിക്കണം. നെഗറ്റിവിറ്റിയിൽ നിന്നും നിങ്ങളെ തന്നെ സംരക്ഷിക്കുന്നത് വളരെ പ്രധാനമാണ്. ദിവസവും നിങ്ങളെ തന്നെ നെഗറ്റിവിറ്റിയിൽ നിന്നും പൊതിയേണ്ടത് ആവശ്യമാണ്. വളരെ സിമ്പിളായ വഴിയിലൂടെ. ഗ്രാറ്റിറ്റ്യൂഡ്, കൃതജ്ഞതയുള്ളവരായിരിക്കുന്നതാണ് നിങ്ങളെ അതിനായി സഹായിക്കുന്നത്. നിങ്ങൾക്ക് ഓൾറെഡി ഉള്ള കാര്യങ്ങൾക്ക് നന്ദി പ്രകാശിപ്പിക്കുക. നിങ്ങൾ രാവിലെ ഉണർന്ന് നടക്കുന്നത്, കാണുന്നത്, ചിന്തിക്കുന്നത്, സ്വപ്നം കാണുന്നത് എല്ലാം ഒരു ബ്ലെസ്സിങ് ആണ്, അനുഗ്രഹമാണ്. നിങ്ങളെ തന്നെ വീണ്ടും തിരുത്താൻ സാധിക്കുന്നത് ഒരു ബ്ലെസ്സിങ് ആണ്. നിങ്ങളെ തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് കൊണ്ട് പൊതിയുക. നിങ്ങളുടെ ജീവിതം തന്നെ അപ്പോൾ മാറിമറിയും. ദൈവം ഉണർത്തുന്നുണ്ടെങ്കിൽ ദൈവത്തിന് അതിൻ്റെ പിന്നിൽ ഏതോ വലിയ ലക്ഷ്യമുണ്ടെന്ന് ഓർക്കുക. നിങ്ങൾക്കായി എന്തോ ഒന്ന് അവിടുന്ന് കരുതി വെച്ചിട്ടുണ്ട് എന്ന് ഉറപ്പാണ്. ഇത്ര ദൂരം നിങ്ങളെ ദൈവം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് പാതി വഴിയിൽ ഉപേക്ഷിക്കാനല്ല. എന്തിനു വേണ്ടിയാണ് നിങ്ങളെ ദിവസവും രാവിലെ ദൈവം ഉണർത്തുന്നത്? കാരണം ഹി ഹാസ് ഗോട്ട് മോർ ഫോർ യു. ഹി ഹാസ് എ പ്ലാൻ ഫോർ യു. പക്ഷേ അതിനായി നിങ്ങളുടെ ഭാഗത്തു നിന്നും ചില കാര്യങ്ങൾ ആവശ്യമാണ്. നിങ്ങളുടെ ഭാവനകളെ പൊടി തട്ടിയെടുക്കുക. ആസ്ക്, വിശ്വസിക്കുക, പരിശ്രമിക്കുക. വഴിയിൽ പരാജയങ്ങളും താഴ്ചകളും തീർച്ചയായും ഉണ്ടാകും. തളരരുത്. അവസാനം നിങ്ങൾ വിജയിക്കുക തന്നെ ചെയ്യും. ഈ ഒരു കണ്ടന്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായും നൽകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും എൻ്റെ മെറി ക്രിസ്മസ്.